ബസ് വയർ ഗെയിം ആദ്യമായിട്ട് കാണുന്നത് മിസ്റ്റർ ബീനൊക്കെ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആയിരുന്നു. അന്നോട്ടുള്ള ഒരാഗ്രഹം എന്ന് സ്വന്തമായിട്ടൊരു ബസ് വയർ ഗെയിം ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും വളരെ സിമ്പിളായിട്ടും കുഞ്ഞു കുട്ടികൾക്കൊക്കെ എക്സിബിഷനൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബസ് വയർ ഗെയിമാണ്. അപ്പോൾ ഞാൻ അജിത്ത്, എല്ലാവർക്കും ഡു ഇറ്റ് ഈസി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഫോം ഷീറ്റാണ്. 0.7 mm ഫോം ഷീറ്റാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 90 രൂപയാണ് ഇതിന് വില വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലും കട്ട് ചെയ്തൊക്കെ എടുക്കാനുള്ള എളുപ്പത്തിനാണ് ഫോം ഷീറ്റ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നീട് ഈ പ്രൊജക്റ്റ് ചെയ്യാനുള്ള മെയിൻ മെറ്റീരിയലാണ് ജി വയർ. 0.2 mm കട്ടിയുള്ള ജി വയറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ രണ്ട് മെറ്റീരിയലും വാങ്ങിയത്. പിന്നീട് വേണ്ടത് നമുക്ക് കുറച്ച് വയറാണ്. ഇത്രയൊന്നും വേണ്ട, എന്നാലും ഞാൻ ഇത്ര എടുത്തതേ ഉള്ളൂ. പിന്നീട് വേണ്ടതാണ് നമുക്കൊരു 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 12 വോൾട്ട് 1 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ്. പിന്നീട് വേണ്ടതാണ് നമുക്ക് അഡാപ്റ്ററിൽ നിന്ന് പവർ എടുക്കാൻ വേണ്ടി ഒരു ഫീമെയിൽ സോക്കറ്റ്. എൻഡ് ക്യാപ്പ് അഥവാ പ്ലാസ്റ്റിക് ബുഷാണ്. ഇത് ഓപ്ഷണലാണ്, ഞാൻ കുറച്ച് ഹൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ച് യൂസ് ചെയ്തതാണ്. പിന്നീട് വേണ്ടതാണ് ഒരു ബൾബ്. നമ്മുടെ അലേർട്ടായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൾബാണ്. പിന്നീട് വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ ഒരു LED സ്ട്രിപ്പിലേക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. പിന്നീട് നമ്മുടെ ബസ് വയർ ഗെയിം ചെയ്യാൻ വേണ്ടി കുറച്ച് ബേസിക് ആയിട്ടുള്ള ടൂൾസാണ്, അതായത് ഫ്ലസ് കുക്ക്, നൈഫ്, സ്കെയില് മുതലായവ. ആദ്യമായി നമ്മുടെ ജി വയർ എടുത്ത് വേണ്ട രീതിയിൽ വളച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബസ് വയർ ഗെയിം ചെയ്യുന്നതിൽ ഏറ്റവും ടാസ്ക് പിടിച്ചൊരു ടാസ്ക്കാണ് ഈ ജി വയർ വളച്ചെടുക്കുക എന്നുള്ളത്. എന്നിരുന്നാലും നമുക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കുറേ നേരത്തെ വളച്ചൊടിക്കലിനൊടുവിൽ നമുക്ക് ഇതുപോലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കോംപ്ലക്സിറ്റി വളരെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വളയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തെ വളയ്ക്കലിനൊടുവിൽ അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത രീതിയിൽ നമ്മുടെ ജി വയറിനെ വളച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഉണ്ടാക്കുന്നത് നമ്മുടെ കൈപ്പിടി ഉണ്ടല്ലോ, നമ്മുടെ ഹാൻഡിലാണ് നമ്മൾ പിന്നീട് ഉണ്ടാക്കുന്നത്. ആ വളയെ അകന്നു പോകാതിരിക്കാൻ വേണ്ടി വയർ സ്ലീവ് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. എൻ്റെ ഹാൻഡിലിൻ്റെ വട്ടം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ചത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ട്രയൽ അടിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇതിൻ്റെ അകത്തോട്ട് കയറി ഇറങ്ങുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഫോം ഷീറ്റ് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സൈഡിൽ മാർക്ക് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജി വയർ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന 2 തൂണുണ്ടല്ലോ, അതുണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഫോം ഷീറ്റിന് 0.7 mm കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് പാടാണ് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 പീസ് ഉണ്ട്. ഒന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിനും പിന്നീടുള്ള ചെറിയ പീസ് നമ്മുടെ ജി വയർ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള തൂണിനുമാണ്. വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ തന്നെ എൻഡ് ക്യാപ്പ് അഥവാ ബുഷ് പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ ഫ്ലസ് കിക്ക് വെച്ചാണ് ഒട്ടിക്കുന്നത്. ഞാനിവിടെ എൻ്റെ ജി വയറിനനുസരിച്ച് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് തൂണായിട്ട് വെക്കാൻ വേണ്ടി. നമ്മുടെ ജി വയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഗെയിമിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ആണത്. ഈ 2 പോയിൻറ്റിലുമാണ് അലേർട്ട് അല്ലെങ്കിൽ ബൾബ് വർക്കാകാതിരിക്കുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ 2 സൈഡിലും ഫ്ലസ് കിക്ക് വെച്ച് 2 തൂണുകൾ നമുക്ക് ഒട്ടിക്കാം. ഫ്ലസ് കിക്ക് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്, സെറ്റായിട്ട് അവിടെ എത്തിയിരുന്നോളൂ. പിന്നീട് നമ്മുടെ ജി വയർ 2 തൂണിലും കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കണക്ട് ചെയ്ത് കുറച്ച് വളച്ചൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഏറെക്കുറെ ഇതുപോലെ ഇരിക്കും. നമ്മുടെ അലേർട്ടായിട്ട് വെക്കാൻ ഉദ്ദേശിച്ച ബൾബ് പണി മുടക്കിയതുകൊണ്ട് പണികൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത്തവണ അലേർട്ടായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു LED സ്ട്രിപ്പാണ്. നമ്മുടെ LED സ്ട്രിപ്പിൽ 2 വയർ കണക്ട് ചെയ്യണം, റെഡിൽ പോസിറ്റീവും ബ്ലാക്കിൽ നെഗറ്റീവും. LED സ്ട്രിപ്പ് പ്ലാറ്റ്ഫോമിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വയർ ഇടാൻ വേണ്ടി ചെറിയൊരു ഹോൾ ഇട്ടിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ കൂടെ വയർ എടുക്കുന്നുണ്ട്. LED സ്ട്രിപ്പിൻ്റെ ബ്ലാക്ക് വയർ, അതായത് നെഗറ്റീവ് ടെർമിനൽ ജി വയർ കണക്ട് ചെയ്യുന്നുണ്ട്.
നമ്മുടെ LED സ്ട്രിപ്പിൻ്റെ നെഗറ്റീവ് ടെർമിനൽ G-Wireൽ നിന്ന് ഡിസ്കണക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പീസ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. അതായത് LED സ്ട്രിപ്പിൻ്റെ പോസിറ്റീവ് ടെർമിനൽ അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ എപ്പോൾ G-Wire ടച്ച് ചെയ്യുന്നോ അപ്പോൾ നമ്മുടെ LED സ്ട്രിപ്പ് വർക്കാവുന്നു. അതാണ് നമ്മുടെ ബസ്വെയർ ഗെയിമിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ടെർമിനൽ അതായത് റെഡ് വയർ നമ്മുടെ ബൾബിൻ്റെ പോസിറ്റീവ് ടെർമിനലായ റെഡ് വയറിൽ കണക്ട് ചെയ്യുക. ഒരു വയർ സ്ലീവ് ഇട്ട് ഇൻസുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാൻഡിലേക്ക് ഒരു ബ്ലാക്ക് വയർ സോൾഡർ ചെയ്തെടുക്കുന്നുണ്ട്. അതും ഒരു വയർ സ്ലീവ് ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഹാൻഡിൽ കണക്ട് ചെയ്ത ബ്ലാക്ക് വയർ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് വോൾട്ടേജായ ബ്ലാക്ക് വയർ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വയറിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ടെസ്റ്റിംഗ് തുടങ്ങുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ ആദ്യത്തെയും അവസാനത്തെയുമായ ട്രൈ. എനിക്കിതിനുള്ള ക്ഷമയില്ല, അതെനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നോക്കിയിരുന്ന ആൾക്ക് എന്നെ ഗെയിം കളിക്കാനുള്ള ഒരു അവസരം കൊടുത്തു. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ചെയ്യുന്നുണ്ട്. ഒരു തവണ ചെയ്തു വന്നപ്പോഴാണ് ആൾക്ക് കാര്യം ഒന്ന് കത്തി വന്നത്. ലൈറ്റ് കത്തരുത്, ലൈറ്റ് കത്താതെ കൊണ്ടുവരണോ? എന്നാലും മുട്ടിയെ ലൈറ്റ് കത്തൂ. അപ്പൊ ശരി. ഇത് നല്ല എയർഫുള്ളുള്ള നല്ല ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് പറ്റുള്ളൂ. അതായത് കണ്ണിന് നല്ല ശ്രദ്ധ കിട്ടണം, അതാണ് മെയിനായിട്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബസ്വെയർ ഗെയിം? ടെസ്റ്റിംഗ് ഒക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. മാസം കാണിച്ച് വരുന്നത് ഫെയിൽ ആകുന്നു റിപ്പീറ്റ്, മാസം കാണിക്കുന്നത് ഫെയിൽ ആകുന്ന റിപ്പീറ്റ്. പിന്നീട് നോർമലി അലേർട്ടായിട്ട് വെക്കുന്ന ഒരു ബസറും ഒരു ബൾബും ആണ്. ഞാനത് എൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു LED സ്ട്രിപ്പ് വെച്ച് റീപ്ലേസ് ചെയ്തതന്നേ ഉള്ളൂ. അത് നിങ്ങൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എന്താണെന്ന് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നാളെയും കാണാം.